ശ്രീരാമനെ ദർശിച്ച ശേഷം ശബരി എന്താണ് ചെയ്തത്? എ. ശബരിയാശ്രമം വിട്ട് പുതിയൊരാശ്രമം തീർത്തു. ബി. അഗ്നിപ്രവേശം ചെയ്ത് പ്രാണൻ വെടിഞ്ഞു. സി. രാമനെ അനുഗമിച്ചു. ഡി. പമ്പാ നദിയിൽ മുങ്ങി ജീവൻ ത്യജിച്ചു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താ ചെയ്തത് ശബരി? ഓപ്ഷൻ ബി, അഗ്നിപ്രവേശം ചെയ്ത് പ്രാണൻ വെടിഞ്ഞു. അഗ്നിപ്രവേശം ചെയ്ത് പ്രാണൻ വെടിഞ്ഞു നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ആരാണ് ശബരി? ശബരിയെ കുറിച്ച് എന്തൊക്കെ അറിയാം? ശബരി മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലെ താഴ്ന്ന ജാതിക്കാരിയായ അടിച്ചുതള്ളിക്കാരിയായിരുന്നു. അപ്പോൾ ശബരിയുടെ വിശ്വാസം താഴ്ന്ന ജാതിയിൽ പെട്ടവർക്ക് ഭഗവത് ദർശനം സാധ്യമാകില്ല, ഭഗവാനെ സ്തുതിക്കാൻ അവകാശമില്ല എന്നൊരു തെറ്റിദ്ധാരണ ശബരിക്ക് ഉണ്ടായിരുന്നു. രാമനത് തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടെത്താനും ഭഗവാനെ സ്തുതിക്കാനും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും അല്ല വേണ്ടത്, ഭഗവത് ഭക്തിയാണ് വേണ്ടതെന്നും രാമനത് ആ തെറ്റിദ്ധാരണ തിരുത്തുകയും ചെയ്യും. നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരിയാണ്.